ഇത്തവണത്തെ നോമ്പ് തുടങ്ങിയിട്ട് ഇന്ന് 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ ആന്ത്രൂസ് ഗാർഡനിൽ വെച്ച് യൂട്യൂബേഴ്സ് ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും 2 ദിവസം കൊണ്ടുള്ള പ്ലാനിങ് ആണിത്. അങ്ങനെ ഒരു അഭിപ്രായം ഗ്രൂപ്പിൽ വന്നപ്പോൾ തന്നെ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു മനസ്സോടെ എല്ലാവരും ഒറ്റക്കെട്ടായി വന്നതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു നോമ്പ് തുറ ഇങ്ങനെ സംഘടിപ്പിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഫുഡും അതുപോലുള്ള കാര്യങ്ങളും എല്ലാം ഓരോരുത്തരായിട്ട് ഏറ്റു. എന്നിട്ട് 5 മണിയായപ്പോഴത്തേക്കും എല്ലാവരും ആന്തലൂസ് ഗാർഡനിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ 15ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ 5:48 നോമ്പ് തുറക്കുന്നത്. നോമ്പ് എടുത്തിട്ടുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ ഈന്തപ്പഴവും ജ്യൂസോ വെള്ളം എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ആ കൃത്യസമയത്ത് തന്നെ നമ്മളെല്ലാം അതിന് മുമ്പ് തന്നെ എല്ലാം സെറ്റാക്കി വെച്ചു. ഇത് ശരിക്കും ഒരു നമ്മുടെ ഫാമിലി മീറ്റപ്പ് പോലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡൊക്കെ അല്ലായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ നേരത്തെ ഇതുപോലെ നമ്മൾ ചെറുപ്പത്തിലൊന്നും നോമ്പ് തുറയൊന്നും കൂടാനോ ഇതിനെപ്പറ്റി വ്രതം അനുഷ്ഠിക്കുന്നതിനെപ്പറ്റിയോ ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു. കാരണം കുട്ടനാട്ടിൽ അങ്ങനെ അതിനുള്ളൊരു സാഹചര്യം നമുക്കില്ലായിരുന്നു. കൂടുതലും മുസ്ലിംസൊക്കെ ഉണ്ടായിരുന്നത് ചങ്ങനാശ്ശേരിയിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ചെറുപ്പത്തിലൊന്നും നോമ്പ് തുറ അതിനൊന്നും പങ്കെടുത്തിട്ടേ ഇല്ല. പക്ഷേ ബെഹ്റിന് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് ചാൻസസ് അതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നോമ്പ് തുറയുടെ മെയിൻ ഫുഡ് ഐറ്റംസ് എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. പുറത്തുനിന്ന് അങ്ങനെ ഓർഡർ ചെയ്തിട്ടൊന്നുമല്ല, നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട്. പിന്നെ ഫ്രൂട്ട്സ്, സ്നാക്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നെയ്ച്ചോറും അതുപോലെ കറികൾ, ബട്ടർ ചിക്കനും ചിക്കൻ റോസ്റ്റും വെജിറ്റബിൾ കറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോരുത്തരായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വന്നു. പിന്നെ കലത്തപ്പം ഉണ്ടായിരുന്നു, അതൊക്കെ വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നത്. ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ ആദ്യമേ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ റോള്, അതുപോലെ കുറേ സ്നാക്സ് തന്നെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് കഴിച്ച് തീർക്കാനും പറ്റില്ലാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഇപ്പം നോമ്പെടുക്കുന്നവർക്കാണെങ്കിലും വീട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിലുള്ളവർ മാത്രമായിട്ട് ചെയ്യുന്നതിനേക്കായി കുറേ പേര് കൂടി ചേർന്നിരുന്ന് നോമ്പ് തുറക്കുന്നത് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അടുത്ത തവണ ഇതിലും ഗംഭീരമായിട്ടുള്ളൊരു നോമ്പ് തുറ തന്നെ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനിങ് ആയിട്ടുണ്ട്.